കോൺഗ്രസ് മന്ത്രിസഭയിൽ സർവം കെ.സി. മയം. വി.ഡി. സതീശൻ മന്ത്രിസഭയിൽ അപ്രമാദിത്യം ഉറപ്പിച്ച് കെ.സി. വേണുഗോപാൽ പക്ഷം. മുഖ്യമന്ത്രി സ്ഥാനം വിട്ടുകൊടുത്തെങ്കിലും തനിക്കൊപ്പമുള്ളവർക്ക് VDS ക്യാബിനറ്റിൽ നിർണായക വകുപ്പുകൾ ഉറപ്പിക്കാൻ കെ.സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗവർണറെ കാണാൻ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുറപ്പെടുന്നതിന് തൊട്ടുമുമ്പ് വരെ ടെസ്റ്റുകൾ നിറഞ്ഞതായിരുന്നു മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ. ആദ്യം മുതൽ ലിസ്റ്റിലുണ്ടായിരുന്ന ചാണ്ടി ഉമ്മനടക്കം പുറത്തായപ്പോൾ OJ ജനീഷ്, റോജി M. ജോൺ എന്നിവർ അവസാന നിമിഷം മന്ത്രിസ്ഥാനം ഉറപ്പിച്ചു. ഒപ്പം AICC ആശീർവാദത്തോടെ T. സിദ്ദിഖ് അവസാന നിമിഷം സ്ഥാനം ഉറപ്പാക്കി. സണ്ണി ജോസഫ്, AP അനിൽകുമാർ, റോജി M. ജോൺ, OJ ജനീഷ്, വിഷ്ണുനാഥ്, തുളസിയടക്കം കെ.സി. പക്ഷത്ത് നിന്നാണ് കൂടുതൽ മന്ത്രിമാരും. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെച്ച പേരുകൾ പോലും വെട്ടിപ്പോയി. ഷാനിമോളെയും VT ബലറാമിനെയും വളരെ ആസൂത്രിതമായാണ് കെ.സി. പക്ഷം വെട്ടിയത്. തുളസിയെ ഇറക്കിയുള്ള ഒറ്റ നീക്കത്തിൽ ആ തന്ത്രം വിജയിച്ചു. പാലക്കാട് നിന്നുള്ള മന്ത്രി, സ്ത്രീ പ്രാതിനിധ്യമെല്ലാം തുളസിക്ക് അനുകൂലമായി മാറി. ഒപ്പം ഷാനിമോളിൽ നിന്നും തുളസി വന്നതോടെ മന്ത്രി പദവി ആകുന്നു. ഷാനിമോളിനായി വി.ഡി. സതീശനും അൻവർ സാദത്തിനായി രമേശ് ചെന്നിത്തലയും അവസാന നിമിഷം വരെ പരിശ്രമിച്ചെങ്കിലും AICC ആശീർവാദത്തോടെ T. സിദ്ദിഖ് മന്ത്രിസ്ഥാനം കൊണ്ടുപോയി. അതേസമയം UDF മന്ത്രിസഭയിൽ കീറാമുട്ടിയായി മാറുകയാണ് ജലവിഭവ വകുപ്പ്. കേരള കോൺഗ്രസും RSPയും ജലവിഭവ വകുപ്പ് തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വകുപ്പുകൾ തീരുമാനമായെങ്കിലും വി.ഡി. സതീശൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല.